റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇതിന്റെ മറ്റു പ്രവൃത്തികൾ, അതായത് അധികൃതരിലേക്ക് ഈ സഹായം എത്തിക്കുന്നത് വരെയുള്ള പ്രവൃത്തികളിൽ ഞങ്ങൾ ഇനിയും വ്യാപൃതർ ആയിരിക്കും. ഒപ്പം ഈ ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ നടത്തിയിട്ടുള്ള നല്ല പ്രവൃത്തികൾ, പ്രത്യേകിച്ച് വയനാടിന്റെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി, അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൈത്താങ്ങാകാൻ വർത്തിക്കുന്നവരെ സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകളും ഞങ്ങൾ ഈ വൺ ഡേ ഫോർ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തിരുവനന്തപുരത്തെ ഹരിതസേന അംഗങ്ങളുടെ പ്രവൃത്തി. കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ദുരന്തമാണ് വയനാട് നേരിട്ടത്. വയനാട്ടിൽ നിന്നും തങ്ങളുടെ സഹോദരങ്ങളെ കൈപിടിച്ചുയർത്താനായി കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് സഹായവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഹരിത കർമ്മസേന. ഏത് രീതിയിലാണ് വയനാടിനെ സഹായിക്കാൻ പോകുന്നത്? ഞങ്ങൾ വയനാടിനെ സഹായിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സാലറിയിൽ നിന്ന്, ഈ മാസത്തെ സാലറിയിൽ നിന്ന് ഒരു കുറച്ച് പൈസ വീതം മാറ്റി വയനാടിന്റെ ഈ കഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിൽ അവരെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു വലിയ മഹാദുരന്തമാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ വീട്ടിലെ അച്ഛനോ അമ്മയോ സഹോദരങ്ങൾക്കോ മക്കൾക്കോ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം വേദനിക്കുവോ അതേ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സഹായം ഞങ്ങൾ സഹായിക്കുന്നത് പോലെ പലരും സഹായിക്കുമ്പോൾ അതൊരു വലിയ ഒരു സംഖ്യയായിട്ട് മാറും. ഇങ്ങനെ സഹായം ചെയ്യണമെന്ന് തോന്നാനുണ്ടായ ഒരു കാരണം? ഞങ്ങള് നേരത്തെയും സഹായം ഞങ്ങൾ തുടങ്ങിയത് 2023 ജനുവരിയിലാണ്. അന്ന് മുതലേ ഞങ്ങള് ഈ ആതുര സേവനവും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 10-50ഓളം പേർക്ക് സ്നേഹ കിറ്റ് എന്ന് പറഞ്ഞ് 2023 ജനുവരി മുതലേ ഞങ്ങൾ ഈ മാസവും അവർക്ക് മെനഞ്ഞാന്നാണ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ഒരു ചാരിറ്റി കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതുപോലൊരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവരും അങ്ങനെ ഒരു മനസ്സുള്ളവരാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഞങ്ങളെ ഒരു കൈത്താങ്ങ് സർക്കാരിനെ സഹായിക്കുക. കാരണം ഇതിന് എല്ലാ ദുരന്തങ്ങളും വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ വന്നപ്പോഴും ഈ സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഇത്രയും നമ്മുടെ കേരളത്തെ പിടിച്ചു നിർത്താൻ പറ്റിയത്. ആ സർക്കാരിനെ സഹായിക്കുക എന്നുള്ളൊരു ബാധ്യത ഈ കേരളത്തിലെ ഓരോ വ്യക്തിക്കും ഉണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങളുടെ ഈ ഒരു ടീമിൽ ഏകദേശം എത്ര പേരുണ്ടാവും? ഞങ്ങൾ മൊത്തം ഇപ്പം 16 പേരുണ്ട്. 2 ആണുങ്ങളും 14 പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാവരും ഒരേപോലെ ഒത്തൊരുമ ഇവിടെ തന്നെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ സഹായിക്കുന്ന പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഹൃദയം പൊടി. കാരണം അത്ര ഒരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായത്. കുഞ്ഞു കുട്ടികളും കൊച്ചുങ്ങളും കാല് വേറെ തല വേറെ ഇങ്ങനെയൊക്കെ അല്ലേ കിട്ടിയത്. പൊതിഞ്ഞൊക്കെ വെച്ചേക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് മക്കളും കുട്ടിയൊക്കെ ഉള്ളതല്ലേ. ആ ദുരന്തം ഇവിടെ ആയിരുന്നാലും നമുക്ക് സഹിക്കാൻ ഒക്കൂല. വയനാട്ടിലേക്ക് ഇങ്ങനെ ഒരു സഹായം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ഈ വാർത്തകളെല്ലാം നമ്മൾ കണ്ടപ്പോൾ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ അവിടെ വന്നിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിലെല്ലാം കഴിയുന്നവരാണ്, കോളനികളിൽ നിന്ന് വരുന്നവരാണ്. എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് അവരെ ഒന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു 25,000 രൂപ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം. നിരവധി കരങ്ങളാണ് ഇത്തരത്തിൽ വയനാടിന്റെ കണ്ണീരൊപ്പാൻ നാനാഭാഗത്തു നിന്നും ഒത്തുചേരുന്നത്. അവർക്കൊപ്പം ചേരുകയാണ് നമ്മുടെ ഈ ഹരിത കർമ്മസേന. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18 തിരുവനന്തപുരം.